ശല്യം ചെയ്ത് വിട്ട ഒരു ഉപകാരമായിരുന്നു. ഇനി എന്തിനാണ് ഞാൻ ഒരാളെ കൂടെ വന്ന് അവരെ കൂടെ കഴിഞ്ഞ് ഞാൻ ജീവിക്കണം. എനിക്കത് മതി. എൻ്റെ ആഗ്രഹത്തിന് എനിക്ക് ജീവിക്കണം. ഇവിടെ നിന്ന് വിളിക്കണ ആവശ്യമില്ലാതെ പറ്റാത്തതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഞാൻ അലീനെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. വേറെ ആരെ കൊണ്ടുപോകും? അല്ലെങ്കിൽ നിങ്ങൾ എന്തിനമ്മ ആവശ്യമില്ലാത്തൊക്കെ പറയണ? വെൽക്കം ബാക്ക്. നാലാഞ്ചിറയിലെ ആ ഒരു കൊലപാതകം, നാടിനെ നടുക്കിയ ആ ഒരു കൊലപാതകം, അസീന എന്ന് പറയുന്ന സ്വന്തം ഭാര്യയെ ഇല്ലാതാക്കിയതിന് ശേഷം സ്വയം ജീവനൊടുക്കിയ സുരേഷ് എന്ന് പറഞ്ഞ ആ ഒരു ഘതഭാഗ്യനായ ആ ഒരു ഭർത്താവ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ന്യൂസുകൾ പുറത്തു വന്നിരുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം വളരെ നിർണായകമായ ചില ശബ്ദ സന്ദേശങ്ങൾ, ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ വന്നിരിക്കുന്നു. ഒരുപക്ഷെ ഇതുപോലെ സമാന സാഹചര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ അപരാധികളായ സ്ത്രീകൾക്കും ഇതൊരു പാഠമാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു സ്ത്രീ ഈ രീതിയിലുള്ളൊരു മരണം ഇരന്നു വാങ്ങി 4 കുട്ടികളെ അനാഥമാക്കിയത്? അതിനുമുമ്പ് തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ 4 കുട്ടിയുടെ കാര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉചിതമായൊരു തീരുമാനം, ആ 4 മക്കളെയും അവരുടെ പഠനം, അവരുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടത് അത്യാവശ്യമാണ്. എനിവേ, എന്താണ് സംഭവിച്ചത് വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിനും ആദ്യം വീഡിയോ കാണുന്നവർ ചാനലൊന്ന് ഫോളോ ചെയ്ത് മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതായത് ഇന്നലെ പുറത്തു വന്ന ആ ഒരു വോയിസിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് അന്നേ ദിവസം രാത്രി തൊട്ട് വെളുപ്പാങ്കാലം വരെ അവിടെ ഉണ്ടായ സംഭവങ്ങളാണ്. അതായത് ഇദ്ദേഹം ഈ ഒരു കൃത്യം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള സംഭവങ്ങളാണ്. ഒന്ന് കേൾക്കാം. എന്തിനമ്മ ആവശ്യമില്ലാത്തൊക്കെ പറയണ? അവന്റെ തുറങ്ങാൻ പറഞ്ഞപ്പോ പട്ടി ഇറങ്ങി വരണം. നിങ്ങൾ വലിയ തൊള്ള അറിഞ്ഞു അവള് താടാ വന്നേക്കണ. പട്ടി അപ്പൊ ഒരു തേങ്ങ ഉണ്ടാക്കാറുണ്ടോ? അവളെ മറ്റം വരികയായിരിക്കും. അതാണ് ഇവിടെ കിട്ടാൻ പോകാൻ പറ്റും. മനസ്സിലായോ? ആദ്യം തന്നെ പറയട്ടെ, ഇതുപോലുള്ള അപരാധി സ്ത്രീകൾക്ക് വേണ്ടി ഭർത്താക്കന്മാരായിക്കോട്ടെ കാമുകന്മാരായിക്കോട്ടെ ഒരിക്കലും ഇതുപോലുള്ള അബദ്ധങ്ങൾ കാണിക്കാതിരിക്കുക. ഒരിക്കലും ഇതുപോലെ ഒരു സ്ത്രീ നമ്മളെ ഉപേക്ഷിച്ച് പോയതിൻ്റെ പേരിൽ, ഒരു കാമുകി നമ്മളെ വിട്ടുപോയതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഭാര്യ നമ്മളെ വിട്ടുപോയതിൻ്റെ പേരിൽ ഏതൊരവസ്ഥയിലും അവരെ ഒരു രീതിയിലും നമ്മൾ ഉപദ്രവിക്കാൻ പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ മാർഗം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് നയിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്. അതായത് അന്നേ ദിവസം രാത്രി
ഈ സ്ത്രീ ഒളിച്ചോടി പോവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുമായി, അതായത് ഒരു കാമപ്രാന്തിയായി തൻ്റെ കാമുകനായ ഹരി എന്നുള്ള ആ ഒരു ചെറുപ്പക്കാരനോടൊപ്പം പോകാൻ വേണ്ടി കാമപരവശയായ ഒരു സൈക്കിക് മനോഭാവത്തിൽ, അതായത് അവരത്രമാത്രം ഫ്രസ്ട്രേറ്ററാണ്, അത്രമാത്രം ഫ്രസ്ട്രേറ്റർ ആവുന്നുവെന്ന് ആ ഒരു സംസാരത്തിൽ നിന്ന് ബോധ്യമാണ്. കുട്ടികൾക്കെതിരെ, ഭർത്താവിനെതിരെ വളരെ മോശമായ വാക്കുകൾ ഞാൻ പലതും ഉൾപ്പെടുത്തിയിട്ട് വളരെ മോശമായ രീതിയിൽ പൊട്ടിത്തെറിക്കുന്നു. അതായത് അന്നേ ദിവസം ഇവർ പോകുമെന്ന് മനസ്സിലാക്കിയ ഹസീന ഒളിച്ചോടി പോകുമെന്ന് മനസ്സിലാക്കിയ ഇദ്ദേഹം ഉറങ്ങിയിട്ടില്ല. ഒരുപോലെ കണ്ണടയ്ക്കാതെ ഇവളുടെ ആക്ടിവിറ്റീസ് നിരീക്ഷിച്ചുകൊണ്ട് ഇദ്ദേഹം ഇരുന്നു. അവർ തന്നെ പറയുന്നുണ്ട് 3:45 വരെ ആ പട്ടി ഉറങ്ങിയിട്ടില്ല, ഇനിയെങ്കിലും അവന് പോയി കിടന്ന് ഉറങ്ങിയൂടെ എന്നാണ് സ്വന്തം ഭർത്താവിനെ കുറിച്ച് മക്കളുടെ മുമ്പിൽ വെച്ച് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇവളുടെ കാമുകൻ ഹരി എന്ന് പറയുന്ന കാമുകൻ ഇവിടെ എവിടെയോ വന്നിട്ടുണ്ട്, അവനോടൊപ്പം പോകാനുള്ളൊരു തത്രപ്പാടിലാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ആ ഒരു ഉദ്യമം പരാജയപ്പെടുന്നു. ഇവള് ഫ്രസ്ട്രേറ്ററായിട്ട് ഇയാളുടെ മുന്നിൽ വെച്ച് ഇറങ്ങിപ്പോകാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അതുകൂടി കണ്ടപ്പോൾ ഗതികെട്ട ഭർത്താവ് സുരേഷ് തൻ്റെ കാറിൽ പോയി ആയുധം എടുത്തുകൊണ്ട് വന്ന് ഈ ഒരു കൃത്യം നടത്തിയെന്നാണ് പറയുന്നത്. അതിനുശേഷം ഇദ്ദേഹം പോയതിനു ശേഷം മകളെ വിളിക്കുന്ന ആ ഒരു കോള്, അതായത് ആ ഒരു വോയിസിൽ നിന്ന് നമുക്കറിയാം മാനസികമായി പൂർണ്ണമായും തകർന്ന ഒരു സൈക്കോയായി മാറിയ ഒരു രീതിയാണ് അദ്ദേഹം ബിഹേവ് ചെയ്യുന്നത്. പൂർണ്ണമായും മാനസികമായി തകർന്നു. പിന്നെ അത്തരം ആളുകളെ പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വളരെ പ്രയാസമാണ്. അത് തന്നെ സംഭവിച്ചു. അദ്ദേഹം ട്രെയിനിന് മുന്നിൽ ചാടി തൻ്റെ ജീവിതം ഇല്ലാതാക്കിയായിരുന്നു. ഹസീന എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ഒരു കാമപ്രാന്തി എന്നായിരുന്നു. അതായത് ഹസീന എന്ന് പറയുന്ന ഈ സ്ത്രീ ഇദ്ദേഹത്തെ പ്രേമിച്ച് കല്യാണം കഴിച്ചാണ്. സുരേഷും ഹസീനയുമായി വലിയ പ്രണയത്തിന് ശേഷം വിവാഹിതരായതാണ്. അതിനു മുമ്പും ഹസീനയ്ക്ക് ചില ബന്ധങ്ങളുണ്ടായിരുന്നു, കല്യാണത്തിന് മുമ്പും. അതായത് ഈ ഒരു മനോവൈകല്യമുള്ള ഒരു കാമപ്രാന്തിയായ ഹസീനയ്ക്ക് ഒരുപക്ഷെ കല്യാണത്തിന് മുമ്പും നിരവധി ആണുങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നിരിക്കാം. അതിനൊക്കെ ശേഷം സുരേഷിനെ കല്യാണം കഴിക്കുന്നു. ഇവർ തങ്ങളിൽ ഒരുമിച്ച് ജീവിക്കുന്നു. 2-3 വീടുകളിൽ ജീവിച്ചു. ആദ്യം താമസിച്ചിടത്തൊക്കെ അവിടെ റിലേഷൻ ഉണ്ടാക്കുന്നു, സംശയങ്ങൾ ഉണ്ടാകുന്നു സുരേഷിന്. അതുമായി ബന്ധപ്പെട്ട് അവർ മാറി താമസിക്കുന്നു. മുമ്പ് ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു പയ്യനോട് പോയി പിന്നെ അവിടെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ഇതിന് മുമ്പേ അതിനുശേഷം തിരിച്ചു കൊണ്ടുവന്നു. സുരേഷ് പിന്നെ കൊണ്ടുവന്നു. അതിനുശേഷമായിരിക്കാം സുരേഷിന് പിന്നെ അങ്ങനെ ഒരു ചിന്തപ്പാട് ഇപ്പൊ ആർക്കായാലും ഉണ്ടാവും. ഒരു ആൾക്ക് പിന്നെ തുടർന്ന് പിടിക്കുന്ന എല്ലാം സംശയം വരാൻ സാധ്യതയുണ്ട്. അതെ അതെ അതെ. പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്കൊക്കെ മറ്റുള്ള ആൾക്കാർ ഫോൺ ചെയ്യുകയും മൊബൈലിൽ വീഡിയോ കോൾ ചെയ്യുന്നതൊക്കെ പുള്ളിക്കാരൻ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ മൊബൈൽ ടെക്നീഷ്യനാണ്. അങ്ങനെ വന്ന സമയത്ത് ഫോൺ എന്തോ കംപ്ലൈൻ്റ് ആയ സമയത്ത് യാദർച്ഛികമായിട്ട് വീഡിയോ കോൾ ചെയ്യുന്നതൊക്കെ പുള്ളിക്കാരാണിത് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ടേണിംഗ് പോയിന്റ് ആയെന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു മൊബൈൽ ടെക്നീഷ്യൻ ആയതുകൊണ്ട് ഇദ്ദേഹം മൊബൈലിലുള്ള ഇത്തരം സീക്രട്ടുകൾ കണ്ടെത്തുക സുരേഷിനെ സംബന്ധിച്ച് വളരെ എളുപ്പമായിരുന്നു. നിരന്തരമായി പല ആളുകൾക്കും വീഡിയോ കോള് വിളിച്ച് അശ്ലീല പരിപാടികൾ നടത്തുന്നു എന്നുള്ള ബോധ്യം ഭർത്താവിനുണ്ടാകുന്നു. പിന്നീട് അങ്ങോട്ട് അത് വലിയൊരു സംശയത്തിലേക്ക് നയിക്കുന്നു. ഇദ്ദേഹത്തെ വലിയ കടുത്ത സംശയ രോഗിയാക്കുന്നു. പിന്നീട് ഡിപ്രഷനിലും വിഷാദത്തിലേക്കൊക്കെ ഇദ്ദേഹം പോയേക്കാം. കാരണം ഇത്രയും അധികം ഒരു അഭിസാരികയാണ്, ഒരു കാമപ്രാന്തിയാണ് തൻ്റെ ഭാര്യയെന്ന്. 4 മക്കളുടെ ഉമ്മയാണ് തൻ്റെ ഭാര്യയെന്ന് മനസ്സിലാക്കി ഒരു ഭർത്താവിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തളർന്നു പോയില്ലെങ്കിലേ ഉള്ളത്. അതിനുശേഷം ഇവൾ ഒരാളുടെ കൂടെ, ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ ഒളിച്ചോടി ചെന്നൈയിൽ പോകുന്നു. അവിടെ കുറേ ദിവസം താമസിക്കുന്നു. അതിനുശേഷം ഈ ഹസീനയെ ഇദ്ദേഹം തന്നെ വിളിച്ചുകൊണ്ട് വന്ന് എല്ലാം ഒത്തുതീർപ്പാക്കി വീണ്ടും ഒരുമിച്ച് ഇവർ ജീവിക്കുന്നു. അതേ കാലയളവിൽ തന്നെ തൻ്റെ കൂടെ പഠിച്ച ക്ലാസ്മേറ്റ്സായ ഹരിയായിട്ടും, അതായത് ഒരേ സമയം ഒന്നിലധികം ആളുകളുമായി അവിഹിത ബന്ധമുണ്ടാക്കുന്നു. അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഒന്നാലോചിച്ച് നോക്കി, ഇതുപോലെ അഭിസാരികയുടെ അന്ത്യം ഇതുപോലെ ആയില്ലെങ്കിലേ അതിശയിക്കാനുള്ളൂ. എനിവേ, ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകൾ, ഇത്തരം അപരാധങ്ങൾ കാണുന്ന പെണ്ണുങ്ങൾ വളരെ നിസ്സാരമായി കണ്ടുകൊണ്ട് സ്വന്തം കുഞ്ഞുങ്ങളെ മാനിക്കാതെ, കുഞ്ഞുങ്ങളെ കൂടി പരിഗണിക്കാതെ, താനൊരു 4 മക്കളുടെ ഉമ്മയാണെന്ന് മനസ്സിലാക്കാതെ ഇത്രയും അധികം കാമവെറി തീർത്തിട്ടും, അതായത് കല്യാണത്തിന് മുമ്പ്, കല്യാണത്തിന് ശേഷം കല്യാണം കഴിച്ച ഭർത്താവിനൊപ്പം 4 കുട്ടികളെ ഉണ്ടാക്കുന്നു. ഇത്രയും അധികം കാമം ആസ്വദിച്ചതിന് ശേഷം വീണ്ടും കാമഭ്രാന്ത് കാണിക്കുന്ന ഇതുപോലുള്ള അപരാധി സ്ത്രീകൾക്ക് എന്നാണ് നേരം വെളുക്കുക? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഈ ഭർത്താവിനെ നമുക്ക് എങ്ങനെയാണ് കുറ്റം പറയാൻ സാധിക്കുക? മനുഷ്യൻ്റെ മാനസിക നില തകർക്കുന്ന കാര്യങ്ങളല്ലേ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വളരെ സിൻസിയറായി അവരെ സ്നേഹിച്ച, ഇത്രയും അധികം അപരാധത്തരം കാണിച്ചിട്ടും തൻ്റെ മക്കളുടെ ഉമ്മയായി തന്നോടൊപ്പം ജീവിക്കണമെന്ന് ആ മനുഷ്യൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. ആ ഒരു മനുഷ്യനെ സംബന്ധിച്ച് മാനസിക നില അത്രത്തോളം
തകർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലൊരു ക്രൂരമായ കൃത്യം അദ്ദേഹം ചെയ്യേണ്ടി വന്നത്. ഇതുപോലുള്ള അപരാധി സ്ത്രീകൾക്ക് ഇപ്പോഴും ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇതൊരു വലിയ പാഠമാണ്. ഇനിയെങ്കിലും ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എങ്ങനെയാണ് നിങ്ങൾ ഈ വിഷയത്തെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ചാനലൊന്ന് ഫോളോ ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ശല്യം ചെയ്ത് വിട്ട ഒരു ഉപകാരമായിരുന്നു. എന്തിനാണ് ഞാൻ ഒരാളെ കൂടെ വന്ന് അവരെ കൂടെ കഴിഞ്ഞ് ഞാൻ ജീവിക്കണം. എനിക്കത് മതി. എൻ്റെ ആഗ്രഹത്തിന് എനിക്ക് ജീവിക്കണം. ഇവിടെ നിന്ന് വിളിക്കണ ആവശ്യമില്ലാതെ പറ്റാത്തതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഞാൻ അതിനെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ, വേറെ ആരെ കൊണ്ടുപോകും. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരെയും കൊണ്ടു എനിക്ക് മക്കളെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചറിയിച്ച് ബഹളം വെച്ച് തിരിച്ച് വിളിച്ചോണ്ട് വരാനുള്ള പരിപാടി. പക്ഷെ നിങ്ങളൊന്നും ആയിരുന്നു, ഞാൻ എൻ്റെ വീട്ടിൽ പോകത്തില്ല. നിങ്ങളുടെ നാത്തൂനെ വിളിച്ച് കഴിഞ്ഞാൽ അവളെ ഞാൻ വിളിക്കത്തില്ല. അവരാരും അറിഞ്ഞിട്ടുമില്ല ഞാൻ ഇവിടുന്ന് പോകുന്നത്. നിങ്ങൾ ബഹളം വെച്ചിട്ടോ ഇവിടെ കിടന്ന് അന്വേഷിച്ചിട്ടോ എന്നെ അന്വേഷിക്കാൻ നടക്കുകയും വേണ്ട. പിള്ളേരെ സ്കൂളിൽ ആവാറായി, അവരെ സ്കൂളിൽ വിടുക, പഠിപ്പിക്കുക. എന്നെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുകയും വേണ്ട. പിള്ളേരുടെ കാര്യം നോക്കാം, അതായത് നല്ലോണം നോക്കോ ഇല്ലെന്ന് നോക്കണം. ഞാൻ ഇത്രയും ദിവസമായിട്ട് വളർന്ന് പറഞ്ഞ ഒന്നും ചെയ്ത് ഞാൻ കണ്ടില്ല. 2 മാസം